കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജനെതിരെ വ്യാജ പ്രചാരണം നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. 14 വർഷം മുൻപുള്ള വീഡിയോ തെറ്റായ അടിക്കുറിപ്പോടെ പ്രചരിപ്പിച്ചതിനാണ് കേസെടുത്തത്. MV ജയരാജനും കൂട്ടരും പള്ളിയിൽ നിസ്കരിക്കാൻ വന്നവരെ തെറി വിളിക്കുന്നു എന്ന രീതിയിലായിരുന്നു വ്യാജ പ്രചാരണം. 2010 തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചായിരുന്നു വ്യാജ പ്രചരണം. അന്ന് CPIM നേതാക്കളുടെ വാഹനം ആക്രമിച്ച് ഇരിക്കൂർ നിലാമുറ്റം പള്ളി കോമ്പൗണ്ടിലേക്ക് ഓടിക്കയറിയ UDF പ്രവർത്തകരെ പോലീസിനെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജില്ലാ സെക്രട്ടറിയായിരുന്ന P ശശിയും MV ജയരാജനും ഉൾപ്പെടെയുള്ളവർ എത്തിയത്. അന്നത്തെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ വ്യാജ പ്രചരണം നടത്തിയത്. 14 വർഷം മുൻപ് ഈ സംഭവം നടക്കുമ്പോൾ UDF-നൊപ്പം ഉണ്ടായിരുന്ന INL-ന്റെ നേതാക്കൾ തന്നെ പറയുന്നത് കേൾക്കുക. ഇത് 2010 നടന്നൊരു സംഭവമാണ്. ഈ നിലാമുറ്റം എത്തുമ്പോൾ അവിടെ നിന്ന് ഒരു പറ്റം യുവാക്കൾ ഈ ജയരാജേട്ടനും അന്നത്തെ സെക്രട്ടറി അടക്കം വരുന്നവരെ കല്ലെടുത്തെറിയുകയും അങ്ങനെ ആ പള്ളി കോമ്പൗണ്ടിനകത്ത് ഈ ജയരാജേട്ടനും ഇവരൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് പള്ളി കോമ്പൗണ്ടിനകത്ത് കയറി വന്നപ്പോൾ ആ എറിഞ്ഞവനെ പുറത്തിറക്കൂ എന്നാണ് ജയരാജേട്ടൻ അന്ന് അവിടെ നിന്ന് പറയുന്നുണ്ടായത്. ആ വീഡിയോയിൽ ഞങ്ങളുടെ പ്രവർത്തകർ നിരവധി പേരുണ്ടായിരുന്നു. ഈ പറയുന്ന ഉസനാജി അടക്കം ആ വീഡിയോ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് പള്ളി കോമ്പൗണ്ടിനകത്താണ് യുസനാജി അടക്കം ഉള്ളവർ ഉണ്ടായിരുന്നത്. വ്യാജ പ്രചരണത്തിനെതിരെ LDF പാർലമെന്റ് കമ്മിറ്റി കൺവീനർ N ചന്ദ്രനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പോലീസിനും പരാതി നൽകിയത്. എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും UDF-ന്റെ ഭാഗമായിട്ടുള്ള ചിലർ ഇത്തരം വ്യാജ വീഡിയോകൾ, വ്യാജമായിട്ടുള്ള ശബ്ദങ്ങൾ തുടങ്ങിയവയ്ക്ക് ഉണ്ടാക്കി പ്രചരിപ്പിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് കളവ് പ്രചരിപ്പിക്കുക എന്നുള്ളത് UDF-ന്റെ ഒരു നിലപാടാണ് പലപ്പോഴായി സംഭവിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിലൊന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ എന്നതാണ് യാഥാർത്ഥ്യം. പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുത്തു. സമൂഹത്തിൽ സ്പർദ്ധയും കലാപവും സൃഷ്ടിക്കാനുള്ള ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. കൈരളി ന്യൂസ്, കണ്ണൂർ.